ബൈബിൾ പറയുന്നു, വേർ ഈസ് യുവർ സ്റ്റിൽനെസ്. നിങ്ങൾ എവിടെയാണോ നിശബ്ദമാകുന്നത് അവിടെയാണ് നിങ്ങളുടെ ഈശ്വരൻ. നിങ്ങളുടെ കണ്ടനാളിക്കടുത്ത് നിങ്ങളുടെ അള്ളാഹു ഉണ്ടെന്ന് ഖുർആൻ പറയുന്നു. നിങ്ങളുടെ ഇത്ര അടുത്ത്, ഇവിടെ ഇവിടെ ഏറ്റവും മനുഷ്യന്റെ ഏറ്റവും ചേർന്നിരിക്കുന്ന ഭാഗത്ത്. ഗീത പറയുന്നു, നിങ്ങളെ തന്നെ നിങ്ങൾ എന്താണോ അതാണ് നിങ്ങൾ. ആ ബ്രഹ്മത്തിൽ ലയിക്കൂ. നിങ്ങൾ ബ്രഹ്മത്തിന്റെ ഭാഗമാകൂ. നിങ്ങളാണ് തത്വമസി. നിങ്ങളാണത്. അതാണ് നിങ്ങൾ. ആരാണ്? ആ ദൈവത്തിന്റെ, ഈശ്വരന്റെ ഒരു അംശമാണ് നിങ്ങൾ. അല്ലെങ്കിൽ അതാണ് അവിടം വരെയാണ്. അത്രയും പവർഫുൾ ആയിട്ടാണ് ഹിന്ദു പുരാണങ്ങൾ, ഉപനിഷത്തുകളിലും ഗീതയിലൊക്കെ പറഞ്ഞു. നിങ്ങൾ അത്രയും പവർഫുൾ ആയിട്ട്, ഭയങ്കര പവറായിട്ട്. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അത് വേറെ രീതിയിലാണ് ആളുകൾ എടുക്കുന്നത്. നിങ്ങൾ ഒരു അടിമ എന്നിലേട്ട് അടുത്താൽ ഞാൻ അവനിലേട്ട് ഒരു ചാണ എടുത്താൽ ഞാൻ അവനിലേട്ട് ഒരു മുഴ അടുക്കും. അവൻ എന്നിലേട്ട് നടന്നെടുത്തു കഴിഞ്ഞാൽ ഞാൻ അവനിലേട്ട് ഓടിയെടുക്കും. അവസാനം എന്താവും? അവന്റെ കൈകൾ ഞാനായി മാറും, അവന്റെ കണ്ണുകൾ ഞാനായി മാറും. അവനോട് ആരെങ്കിലും ശത്രുത വെച്ചാൽ ഞാൻ അവനോട് ശത്രുത വയ്ക്കും. ഒന്ന് ആലോചിച്ച് നോക്കി. അവന്റെ കൈകൾ ഞാനായി മാറും എന്ന് പറഞ്ഞാൽ അവന്റെ കൈകൾ ഈശ്വരനായി മാറും, അള്ളാഹുവായി മാറും, സൃഷ്ടാവായി മാറും. അവന്റെ കണ്ണുകൾ ഞാനായി മാറും, അവന്റെ കാലുകൾ ഞാനായി മാറും. നേരെ അർത്ഥം എടുക്കരുത് കേട്ടോ, നേരെ അർത്ഥമല്ല ഞാൻ പറഞ്ഞത്. ആ ഹദീസിന്റെ ഒരു പൊരുൾ നിങ്ങളൊന്ന് പഠിച്ചു വെക്കി. ഭഗവത്ഗീതയിൽ പറഞ്ഞേക്കണതിന്റെ പൊരുൾ നിങ്ങളൊന്ന് പഠിച്ചു വെക്കി. ബൈബിൾ പറഞ്ഞേക്കണതിന്റെ പൊരുൾ നിങ്ങളൊന്ന് പഠിച്ചു വെക്കി. എല്ലാ മതഗ്രന്ഥങ്ങളിലും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ ഇതിനെക്കുറിച്ച് ആരും പഠിപ്പിക്കൂല. എല്ലാരും പഠിപ്പിക്കുന്നതന്നെയാണ് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം, വൈകുന്നേരം പ്രാർത്ഥിക്കണം, പള്ളിയിൽ പോകണം, അമ്പലത്തിൽ പോകണം, അല്ലേ? എന്നാൽ യഥാർത്ഥ ഈശ്വരനെ, ദൈവത്തിനെ, അള്ളാഹുവിനെ കണ്ടെത്താൻ ആര് പഠിപ്പിക്കണ്ട? ഒരു സ്ഥലത്തും പഠിപ്പിക്കണ്ട. എവിടെയും പഠിപ്പിക്കണ്ടോ? അങ്ങനെ ഒരു മത പഠനശാലയുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. എല്ലാരും ശരിയാ. വിശുദ്ധ ഖുർആനെ പോലും കൃത്യമായി ഫോളോ ചെയ്യുന്ന ആളുകളില്ല. എല്ലാരും പറയും അങ്ങനെ സംഭവം ഉണ്ടെന്ന്. ഗീത പഠിച്ചിട്ട് അതിനെ ഫോളോ ചെയ്യുന്ന ആളുകളില്ല. ബൈബിൾ കൃത്യമായി പഠിച്ചിട്ട് എന്താണ് അതിന്റെ പുറം കണ്ടെത്തിയിട്ട് ഇവര് തമ്മിൽ അടിക്കുകയാണ്. എന്റെയാണ് ശരി. അടിയാണ്, അടിയോടടി. ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒന്നും തുറക്കാൻ പറ്റൂല, അടിയോടടിയാണ്. ഇതാണോ ഈശ്വരൻ, അള്ളാഹു, ദൈവം നിങ്ങളെ പഠിപ്പിച്ച മതം? പരസ്പരം ചേരി തിരിഞ്ഞ് പോരടിക്കുക. ഇനി എന്നാ നിങ്ങൾക്ക് മനസ്സിലാവണത്?